ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങരംകുളത്ത് നിർമ്മിച്ച് പാതി വഴിയിൽ നിർമ്മാണം നിർത്തിവെച്ച 36ഓളം ഫ്ളാറ്റുകളുടെ പ്രവൃത്തി പുനരാരംഭിച്ച് കരാർ കമ്പനി. പിന്നെ അതിക്രമിച്ച് കയറാൻ പാടില്ല. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ചങ്ങരംകുളത്ത് പോലീസ് സ്റ്റേഷൻ സമീപത്തായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന 50 സെന്റ് സ്ഥലത്താണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഫ്ളാറ്റുകളുടെ നിർമ്മാണം തുടങ്ങിയത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിയുടെ കരാറെടുത്ത നോർത്ത് ഇന്ത്യയിലെ ഏജൻസിയാണ് പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് പദ്ധതി പാതി വഴിയിൽ നിർത്തിവെക്കുകയായിരുന്നു. ഏകദേശം 5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വീഴ്ചകളും നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ച് 5 വർഷം പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിരുന്നില്ല. സാങ്കേതിക തടസ്സങ്ങളാണ് കാലതാമസത്തിന് കാരണമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇന്ന് ഫ്ളാറ്റുകൾ കാടുകയറി ശ്മശാന സമാനമായ അവസ്ഥയിലാണ്. ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ പല ഭാഗങ്ങളിലും മഴയും വെയിലും മൂലം തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെ പരാതികളും വിമർശനങ്ങളും ഉയരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിന്റെ നിർമ്മാണം പുനരാരംഭിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പദ്ധതി പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറണമെങ്കിൽ ഇതിനകം ചെലവഴിച്ച തുകയേക്കാൾ കൂടുതൽ തുക വീണ്ടും ചെലവഴിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. തുരുമ്പെടുത്ത പല ഭാഗങ്ങളും നശിച്ച് ഫ്ളാറ്റിന്റെ നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും കൂടിയാലോചനകൾ ഒന്നുമില്ലാതെയാണ് നിർമ്മാണം വീണ്ടും തുടങ്ങിയതെന്നും ഫ്ളാറ്റിന്റെ നിലവിലെ സ്ഥിതി പരിശോധിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കോടികൾ വിലമതിക്കുന്ന പ്രധാന സ്ഥലത്ത് താമസയോഗ്യമല്ലാത്ത രീതിയിലാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. മതിയായ ആസൂത്രണവും പഠനവും നടത്താതെയാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ അനാസ്ഥ മൂലം കോടികളുടെ വികസന പദ്ധതികൾ തുരുമ്പെടുത്ത് നശിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. CNTV ചങ്ങരംകുളം.